കാൽ വഴുതി വീണു, കൈ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചിറ്റൂര് പോയപ്പോ അവിടെ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, അവിടെ ഉച്ചവരെ ഉള്ളൂ പറഞ്ഞ്. വരേണ്ടതൊന്നും വന്നിട്ടില്ല, വന്നാ പറയാൻ വന്നു. ഇതെന്തൊരു വാലും നിലയില്ലാതെ? അതേ പറ്റൂ. പാലക്കാട്ടിന്ന് മെഡിക്കൽ കോളേജ് വരെ വിളി കിടന്നിട്ട് തന്നെ ബാത്റൂമിൽ പോകാനടക്കം എണിക്കാൻ പറ്റില്ല, അത്രയും ക്രിട്ടിക്കലായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയി അവര് കട്ട് ചെയ്തു. കട്ട് ചെയ്യേണ്ട സാറേ, കട്ട് ചെയ്യേണ്ട, അതെന്തിനും കട്ട് ചെയ്യുന്ന പറഞ്ഞ് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് പഴുപ്പ് കേറിയ കുട്ടിയുടെ ജീവനടക്കം പോകും പറഞ്ഞു. കട്ട് ചെയ്തു അവര്. പിന്നെ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചില്ല, അമ്മ എന്റെ കൈയോടെ ചോദിച്ചു. ഞാൻ അപ്പം മടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, എന്റെ കുട്ടീന്റെ കൈ മുറിച്ചത് കണ്ടില്ല. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് കാണാനുള്ള ഇതില്ലായിരുന്നില്ല. എത്ര പേരെ താൻ ഈ തൂക്കി കൊല്ലാൻ വെച്ചിട്ടുണ്ട്. അതിന്റെ പാപമൊക്കെ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോവാൻ പറ്റോടോ? ഈ മുട്ടിന് മാത്രമേ വേദന ഉണ്ടായുള്ളൂ. മുട്ടുവേദനയായിരുന്നു പ്രശ്നം. ഈ കൈക്ക് വേദന ഉണ്ടായിരുന്നു? കൈക്കൊന്നും ഉണ്ടായില്ലേ, കൈ മടങ്ങില്ല. ഇപ്പോ കൈക്കൊന്നും ഉണ്ടായില്ലേ, കൈ സാധാരണ വെയിറ്റ് കിടക്കണ്ടായിരുന്നു. ട്രിപ്പ് ഇട്ടിട്ട് ആ സൂചി ബെഡിലല്ല കിടക്കണ്ടായിരുന്നു, ബെഡ് കിട്ടിണ്ടായില്ലേ, നിലത്ത് കിടക്കണ്ടായിരുന്നു. പറയുമ്പോ മെഡിക്കൽ കോളേജാ, പക്ഷെ വെള്ളമില്ല, വെളിച്ചമില്ല, കിടക്കില്ല. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ കുഴപ്പങ്ങളൊക്കെ ആദ്യം ഒന്ന് നേരെയാക്കണം, എന്നിട്ട് മതി മറ്റുള്ളവർ ഉപദേശിക്കുന്നത്. നിലത്ത് കിടക്കണോണ്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോ സൂചി ഊരിപ്പോയി. അത് കഴിഞ്ഞ് ഈ കയ്യുമ്മ ഒരു കറുത്തപാട് വന്നു. പിന്നെ ഈ കൈയാകെ വീർത്തു, ആകെ നീര് പോലെ. പിന്നെ എന്റെ ബോധം പോയി. തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോയി, ശനിയാഴ്ച വെള്ളിയാഴ്ച ബോധം പോയി. പ്രധാന ആശുപത്രി കണ്ടോ? ഇതാണ് ഒരു ആശുപത്രി. ഇവിടെ മൊത്തം കുഴപ്പാ. രണ്ട് മക്കളും എനിക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും ജോലി ചെയ്ത്? ഈ ഒരു വയസ്സായ ഒന്നിൽ പഠിക്കണേ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഇവനും ഉണ്ട്. ഈ രണ്ട് മക്കളെ ഞാൻ ഇനി എന്ത് ചെയ്യും സാറേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരാന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഈ 4 കേസിന്റെ മറവിൽ കേരളത്തിലെ 2,45,000-ലധികം വരുന്ന സർജറികൾ, അതിന്റെ വിജയകരമായ പ്രതീകമായ പൊതുജനാരോഗ്യ മേഖല, അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. അത് മലയാളികൾ തിരിച്ചറിയണമെന്നുള്ള എന്റെ മനസ്സിലെ ദുഷ്ടതരത്തിന് ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ച. ഇത്ര മനുഷ്യത്വം ഇല്ലാണ്ട് എങ്ങനെ പെരുമാറാൻ കഴിയണു? എനിക്ക് സഹതാപമുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് എല്ലാം നോക്കിക്കൊള്ളാമെന്ന് കോഴിക്കോട്ടെ സമരപന്തലിൽ പറഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. വാർത്താ ചാനലുകളൊക്കെ അത് കണ്ടിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു മറവി. അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയിരുന്നു അല്ലേ? എവിടെയാണ് ആ സർക്കാർ തന്നത്? പറഞ്ഞേ, അത് ഉത്തരം പറ. അത് 2 ലക്ഷം പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. ആ 2 ലക്ഷം നമുക്ക് പിന്നെ പരിഹാരമല്ലാത്തത് കൊണ്ട് അതവര് വാങ്ങിയിട്ടില്ല. നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. ഇത്രയും വലിയൊരു തെറ്റ് ക്ഷമിക്കാനും മാത്രം വിശാല ഹൃദയനൊന്നും അല്ല ഞാൻ. ഇക്കാര്യത്തിൽ എന്റെ വാക്ക് അവസാനത്തേതാണ്. ഇതിലൊരു കോംപ്രമൈസിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. 25ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഫോർസെപ്സ് എന്റെ വയറിലിടുന്നത്. ആ 5 വർഷം ഞാൻ അറിയുന്നില്ല ഫോർസെപ്സ് ആണ് അറിയുന്നില്ല. പക്ഷേ നടത്തിയ ചികിത്സകൾക്കും ലക്ഷങ്ങൾ, 10-20 ലക്ഷത്തിന്റെ മുകളിൽ ലക്ഷങ്ങൾ ഞങ്ങൾ കയ്യിൽ കണക്കുണ്ട്. എന്നെ കൂടെ പറയിപ്പിക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ? അത് പുറത്തെടുത്തിട്ടും ഇന്നും ഞാൻ ചികിത്സയില്ല. അതിനുശേഷം വീണ്ടും ഒരു സർജറി അത് ചെയ്തു. ആ ഒരു സർജറിക്ക് പോലും അപ്പോഴേക്കും ഞങ്ങൾ സാമ്പത്തിക അവസ്ഥ അത്രയും പരിതാപകരമായ അവസ്ഥയിലെത്തിയിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടാണ് ആ ഒരു ലാസ്റ്റ് സർജറി നടത്തിയിട്ട്. എങ്ങനെയാ നിന്റെ ആ ചടപരത്തി തള്ളിയില്ലേ ഈനാമ്പേച്ചി മറിയ, അതിനെയൊക്കെ കെട്ടിയ ഇതുപോലത്തെ സാധനല്ലേ പ്രതീക്ഷിക്കണ്ടു? അത്രയും അവസ്ഥയിലേക്ക് എത്തിയ സമയത്തും നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ചികിത്സാ സഹായമെങ്കിലും വേണം. ഒരു തരത്തിലും അവർ മൈൻഡ് ചെയ്തില്ല. ആ 2 ലക്ഷം രൂപ നമുക്ക് ഒരു തരത്തിലും പര്യാപ്തമല്ല. കാരണം നമ്മൾ ആ 2 ലക്ഷം വാങ്ങിയിരുന്നെങ്കിൽ അതോടെ തീരുമായിരുന്നു ഗവൺമെന്റിന് ഉത്തരവാദിത്വം. ചേച്ചി വെരി ബിസി ഫെലോ. അതിന് അദ്ദേഹത്തിന് നേരം കിട്ടിയിട്ട് വേണ്ടേ? ആരോഗ്യമന്ത്രി പിന്നെ സമരപന്തലിൽ വന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് വലിയ ക്രെഡിറ്റ് ആയിട്ടൊന്നും എടുക്ക് പറയണമെന്നില്ല. അവിടെ ആരോഗ്യമന്ത്രിക്ക് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വരേണ്ടി വന്നപ്പോ വൃത്തികേടുകൊണ്ട് വരേണ്ടി വന്നതാണ്. എങ്ങനെ തമ്പുരാൻ എഴുന്നള്ളുന്നുണ്ട്. അപ്പൊ വഴിയരികിൽ പാവപ്പെട്ടവരെ അവിടെ നിന്ന് ക്ലിയർ ഓഫ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ടാണ് ആരോഗ്യമന്ത്രി 2 മണിക്കൂർ മുമ്പ്, ഉദ്ഘാടനത്തിന് 2 മണിക്കൂർ മുമ്പ് അവിടെ എത്തി അവരെ സമാശ്വസിപ്പിച്ച് ആ സമരപന്തൽ അഴിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇത്തരം സ്വഭാവമുള്ള മൊണ്ണകളെ നിയമിക്കുമ്പോൾ മിനിമം 4 ചവിട്ട് കൊള്ളാൻ ആരോഗ്യമുള്ളവരെങ്കിലും ആയിരിക്കണമെന്ന് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളുന്നു. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും 2016-ൽ പിണറായി വിജയൻ മഴുപറഞ്ഞുണ്ടാക്കിയതാണ് കേരളം. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 2016-ൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയായിരുന്നു? 12% കേരളത്തിൽ 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 12. അപ്പോഴും ഇന്ത്യയിൽ ഇപ്പോഴും 25 ആണ് കേട്ടോ. ഇന്ത്യയായിട്ട് നമുക്ക് കമ്പാരിസൺ ഇല്ല, സമീകരണമില്ല. പക്ഷെ കേരളത്തിന്റെ 12, അതിവിടെ പറഞ്ഞ പോലെ ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം, അത് പ്രശ്നമാണല്ലോ. ഈ 12 കുഞ്ഞുങ്ങൾ 1000 പ്രസവം എടുക്കുമ്പോൾ
വരുന്നത് എങ്ങനെ കുറയ്ക്കാം. ഞാൻ ഇപ്പോഴും അഭിമാനത്തോടു കൂടെ പറയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ സിന്ധുവിനെ ഇവിടെ നിന്ന് പുറത്തേക്ക് പറഞ്ഞയച്ചു 1 വർഷം അക്കാര്യത്തിൽ പഠിപ്പിച്ചു. ഇപ്പൊ 2026 നമ്മൾ ഒത്തുചേരുമ്പോഴുണ്ടല്ലോ സ്കാൻ 15,000 കുഞ്ഞുങ്ങളെ സർജറി നടത്തി രക്ഷിച്ചു. ഇപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണെന്നറിയോ? 2014 12 ഉണ്ടായിരുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5 ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവരുടെ ഉള്ളിൽ വളരുന്ന ഭ്രൂണം ആരോഗ്യമുള്ള കുഞ്ഞായി മാറാനുള്ള സാധ്യത യുഎസിലെ ന്യൂയോർക്കിനേക്കാൾ കൂടുതൽ കേരളത്തിലെ എറണാകുളത്താണ്. അതാണ് അതിന്റെ പച്ച മലയാളം. ഇത് മോശമാണോ? ഇതിപ്പോ അച്ചീവ് ചെയ്തതാണ്. എല്ലാ ഗവൺമെന്റുകളും മനുഷ്യന്റെ പുരുഷായുസ് കൂട്ടാൻ കുറയ്ക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ്. 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി. ഇപ്പൊ 10ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ പറയാണ് ഞാൻ ടീച്ചറായിട്ട് റാങ്ക് കിട്ടിയെന്ന്. അപ്പം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവരവിടെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. 1ാം ക്ലാസ് തൊട്ട് പഠിച്ച ടീച്ചർമാരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, കുട്ടി പഠിച്ചതുണ്ട്. അപ്പൊ ഇത് എന്തെങ്കിലും ഒരു നേട്ടം വരുമ്പോൾ അതിന്റെ ക്ലെയിം അത് ശാസ്ത്രവിരുദ്ധമാണ്, ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലുമാണ്. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്, അതെനിക്കറിയാം, അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. 1ാം സ്ഥാനം വരുമ്പോൾ മന്ത്രിക്ക് പോയി അവാർഡ് വാങ്ങാമെങ്കിൽ മനുഷ്യർ മതിലിഞ്ഞ് വീണ് ആശുപത്രി മതിലിഞ്ഞ് വീണ് മരിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം മന്ത്രി. അങ്ങനെ നല്ലൊരു ലീഡർ എന്താണ്? എല്ലാ പരാജയങ്ങൾക്കും ഉത്തരവാദി ഞാനാണ്, എല്ലാ നേട്ടവും എന്റെ ടീമിന്റെ വകയാണ്, അങ്ങനെയാണ് പറയേണ്ടത്. കേരളത്തില് ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലാണ്, അല്ലെങ്കിൽ ശിശുമരണമൊക്കെ ഏറ്റവും കുറവാണെന്ന് പറഞ്ഞാൽ അവാർഡ് വാങ്ങിക്കുമ്പോൾ അവാർഡ് വിളിച്ചു കൊടുക്കുന്ന ആശാവർക്കർക്കാണ്. അവര് ഗ്രൗണ്ടിൽ പണി ചെയ്യുന്നതിന്റെയാണ് ഈ മന്ത്രിക്ക് കൈയടി കിട്ടുന്നത്. ബഹുമാനിയനായ ഡോക്ടർ എസ് ലാല് കേരളം ആദരിക്കുന്ന പ്രഗത്ഭനാണെങ്കിലും കഴിഞ്ഞ 2021 എന്നോടൊപ്പം കഴക്കൂട്ടം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പാടില്ലേ? ഇക്ബാൽ സാർ ഡോക്ടർ പറഞ്ഞോട്ടെ, ഡോക്ടർമാർക്ക് സ്ഥാനാർത്ഥിയാണ്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണിയുടെ കുണ്ടി കുണ്ടിനാ. അതല്ല ഞാൻ പറഞ്ഞത്. എപ്പോഴും പറയും ഞാൻ സയൻസ് പറഞ്ഞാൽ പറയും ഞാൻ UDF ആണ്, ഡോക്ടർ ഇക്ബാൽ LDF ആണ്, ഡോക്ടർ ജോ LDF ആണ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. എനിക്ക് നേരത്തെ പറഞ്ഞത് സിന്ധു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ അമേരിക്കയിൽ വിട്ടു പഠിപ്പിച്ചു. അത് LDF ഗവൺമെന്റിന്റെ ഗുണം. ഏത് കോട്ടയത്ത്? അതേ കോട്ടയത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ തലയിൽ ഈ പറയുന്ന കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചാൽ ആ കെട്ടിടം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിഞ്ഞത്. എന്നിട്ട് അതേ ജയിക്ക് പറയും ഇത് രാഷ്ട്രീയമില്ലെന്ന്. അടിപൊളിയാണ്. താങ്ക് യു. പൊതുജന ആരോഗ്യ സംവിധാനം അത് അമ്പാടെ പരാജയമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ ജയിക്കടക്കം മനസ്സിലാക്കേണ്ടത് അതൊരു ദിവസം രാവിലെ വീണ ജോർജോ അല്ലെങ്കിൽ ഇവരുടെ മുൻ മന്ത്രിയോ വന്നപ്പോ ഈ മഴുവെറിഞ്ഞ് വീഴ്ത്തി ഉണ്ടാക്കിയ സംവിധാനമല്ല. അതിൽ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ പങ്കുണ്ട്, നായനാറിന്റെ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഉണ്ട്, കരുണാകരന്റെ ഉണ്ട്. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. ഏത് സങ്കീർണതയുടെ ഭാഗമാണ് എന്റെ അടുത്തിരിക്കുന്ന ഹർഷണയുടെ വയറ്റിൽ കത്രിക കിടക്കുന്നത്? 5 വർഷക്കാലം അവർ ആ വേദന വഹിച്ച് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും പ്രസവ സമാനമായ വേദന അനുഭവിച്ച് 3 വർഷക്കാലം സമരപന്തലിട്ട് ആ സമരപന്തലിലേക്ക് ഈ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി എത്തിയിട്ട് ഞാൻ എല്ലാം തീർത്തു തരാം, പരിഹരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയിട്ട് പിന്നീട് അവരെ കാണാതെ അവർക്ക് 1 രൂപയുടെ സഹായം ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് ഏത് സങ്കീർണതയുടെ ഭാഗമാണ്? തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. നെടുമ്പാശ്ശേരി എയർപോർട്ട് അടക്കമുള്ള ഒരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ ഫ്ലെക്സ് ആണ് കേരളം ആരോഗ്യത്തിൽ 1ാം നമ്പർ. അതായത് കേരളത്തിന് ആരോഗ്യത്തിൽ എന്തെങ്കിലും മികവുണ്ടാകുമ്പോൾ അത് തങ്ങളുടെ നേട്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ അർച്ചന ഇരിക്കുന്നില്ലേ, ആ മോളി കൊച്ചുകുട്ടി ഇരിക്കുന്നില്ലേ, അപ്പുറം സനൂപ് ഇരിക്കുന്നില്ലേ, ഇവരുടെയൊക്കെ ഇതിനോട് ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എടുക്കണമെന്നല്ല കേരള സർക്കാർ എടുക്കണമെന്നേ. എന്നെ കഷ്ടല്ലേ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു 35 വയസ്സ് താഴെയുള്ള ആൾക്കാരാണ്. ഈ ചെറുപ്പക്കാരുടെ ജീവിതം ഇനി എന്താ? നമ്മളെല്ലാവരും നടന്ന പോലെ 3 വർഷം മുമ്പ് നടന്ന ആളാണ് സനൂപ്. 37 വയസ്സാണ്. ഇപ്പൊ അയാൾക്ക് നടക്കണമെങ്കിൽ എന്താ? അമ്മ കൈ പിടിക്കണം. ഇതിനകത്ത് ഇവരുടെ ഈ മെഡിക്കൽ ടേംസ് പറഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചിട്ട് കാര്യം? നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഡോക്ടർ ഈ ടൈം അങ്ങോട്ട് പറയും, ഒരു ഡോക്ടർ ഈ ടൈം അങ്ങോട്ട് പറയും. കേരളത്തിന് നല്ലത് സംഭവിച്ചാൽ അതല്ല ഞങ്ങളുടെയും, മോശം സംഭവിച്ചാൽ അതല്ല സിസ്റ്റത്തിന്റെ അല്ല മുഴുവൻ ആൾക്കാരുടെയും എന്നുള്ളൊരു ന്യായീകരണമായിട്ട് വരരുത്. നമ്മുടെ ഈ ഇരിക്കുന്ന ഹർഷീനെ 5 വർഷം അവർ വയറ്റിൽ കത്രിക വെച്ചിട്ടുണ്ടെന്ന് ചെറിയ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ അവരുടെ ശരീരത്തിൽ 5 വർഷം ഒരു കത്രിക വെച്ചുകൊണ്ട് നടന്നു നോക്കിയേ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേക്കൊരു ബ്ലോക്ക് ആയതാ. ഇത്രയും കാലം കേരളത്തിലെ പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ LDF ഗവൺമെന്റിന്റെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണമെന്നേ. നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. കുത്തും ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. മലയാളികൾ എന്തെങ്കിലും കുറച്ച് പഠിച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് കൂടുതലാണെങ്കിൽ അതെല്ലാം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് വരുന്ന പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇവിടെയും പൊളിറ്റിക്സ് പറയേണ്ടി വരും.
എല്ലാരും കൂടെ ശവത്തി കുത്താടാ. 10,312 പേരെ ഡോക്ടർമാരായി, സ്പെഷ്യൽ ഡോക്ടർമാരായി, ആരോഗ്യ പ്രവർത്തകരായി പോസ്റ്റിംഗ് നടത്തി 7,712 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് നടത്തിയ ഇന്ത്യയിലെ ഒന്നാമത്തെ മാതൃകയായിട്ടുള്ള കേരളത്തിന്റെ ഈ അനുഭവം ഈ ഓൾട്ടർനേറ്റീവ് തോന്നണോ? അതാണ് ചോദ്യം. കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ. കേരളം നമ്പർ 1 ആണെന്ന് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുന്നുണ്ട്. ഒരു ചോദ്യം എനിക്കുള്ളത്, അങ്ങനെ നമ്പർ 1 ആണെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരെല്ലാവരും സ്വകാര്യ മേഖലയിൽ നിന്നാണ് ചികിത്സ തേടി. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ കഴിഞ്ഞ മാസം ഒരു കണക്ക് വന്നു, എല്ലാ മന്ത്രിമാരുടെ ചികിത്സ ചെലവുകൾ എല്ലാവരും ഗവൺമെന്റ് ആശുപത്രിയിൽ ആരും പോയില്ല, എല്ലാവരും പോയത് സ്വകാര്യ ആശുപത്രിയിൽ. എന്ത്? ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പേരുകൾ പറ്റിയാൽ ആര് ചെയ്താലും അവർക്ക് ശിക്ഷിക്കണം. മുഖം നോക്കാതെ ശിക്ഷിക്കാത്തത് കൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും ഈ സംവിധാനങ്ങളിൽ പരാജയം ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കണം. ഇവർക്ക് കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങൾ രംഗത്ത് ഇറങ്ങണം. പോയി, കിടപ്പാടവും പോയി, ആപ്പാടുണ്ടായിരുന്ന മാനവും പോയി.